AI ക്യാമറ പദ്ധതിയിലെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 3 കമ്പനികളുടെ കൺസോർഷ്യം രൂപീകരിച്ച യോഗത്തിൽ വിദേശ വ്യവസായിയുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ലാഭങ്ങളെല്ലാം പോകുന്നത് ഒരു പെട്ടിയിലേക്കാണ്. ഉപകരാറുകൾ പലതും ഇവർക്കാണ് കിട്ടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൊള്ളയാണ് ഇതെല്ലാം, കൊള്ള. അവര് പണം കിട്ടാൻ എന്തും ചെയ്യുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലൈഫ് മിഷൻ പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ കൊടുക്കുന്ന പണത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റും. ക്യാമറ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. ഊരാളുങ്കലിന് പണം കൊടുത്ത് അതിൽ നിന്ന് വർക്ക് മാറ്റും. അപ്പൊ കൊള്ളയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് എന്നുള്ള വിവരങ്ങളാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. ഇഷ്ടക്കാരുമായി ബന്ധപ്പെട്ട് കമ്പനികൾ രൂപീകരിച്ച് അവരുടെ പെട്ടിയിലേക്ക് പണം എത്തിച്ച് സ്വന്തം പെട്ടിയിലേക്ക് മാറ്റുന്ന പരിപാടിയായിരുന്നു ചെയ്തത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഞങ്ങൾ ഹാജരാക്കിയത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണവും ഒരു ഡോക്യുമെന്റിന്റെ പശ്ചാത്തലം ഇല്ലാതെ ഒരു ആരോപണവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഡോക്യുമെന്റുകളുടെ രേഖകളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളാണ്. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. എവിടെ പോയി മുഖ്യമന്ത്രിയുടെ 6 മണിയുടെ പത്രസമ്മേളനം? ഇതിപ്പോ എന്താ ആകാശവാണിയാണ്? ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, ആകാശവാണിയാണ്. അങ്ങോട്ട് പറയുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും. മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട സഹാക്കന്മാർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റുമോ? 6 മണിയുടെ പത്രസമ്മേളനം എന്തെങ്കിലും കാര്യമില്ല. കാരണം 50 മിനിറ്റ് അദ്ദേഹം പത്രസമ്മേളനം നടത്തും. 3 ചോദ്യം ചോദിക്കും. 2 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ഇരിക്കും. 1 ചോദ്യം ചോദിക്കും. അപ്പോഴേക്കും 7 മണിയാവും. ഇതല്ലേ പരിപാടി? അതാണ് ആകാശവാണി എന്ന് ഞാൻ പറയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആകാശവാണിക്ക് സമാനമാണ്. ഇങ്ങോട്ട് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, മറുത്തു മറുപടിയില്ല. ഇത് പറ്റില്ല. ഉത്തരം പറഞ്ഞേ മതിയാവും. ഗുരുതരമായ ആരോപണങ്ങളാണ്. സംസ്ഥാനത്തിന്റെ പൊതുപണം കൊള്ളയടിച്ചിരിക്കുന്ന കേസാണ്. അത് പറഞ്ഞേ മതിയാവൂ എന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. AI ക്യാമറ പ്രാഥമിക കരാർ നടപടികളിൽ തന്നെ കെൽട്രോൺ വീഴ്ച വരുത്തിയതായി രേഖകൾ. 10 വർഷം പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെ 2017 സ്ഥാപിച്ച കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ കെൽട്രോൺ യോഗ്യത നൽകി. 2 രേഖകൾ കൂടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ക്ലിഫ് ഹൌസുമായും സർക്കാരുമായും ബന്ധപ്പെട്ടുള്ള തട്ടിക്കൂട്ട് കമ്പനികളാണ് അഴിമതിക്ക് പിന്നിലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ടെൻഡർ ഇവാലുവേഷൻ പ്രീ ക്വാളിഫിക്കേഷൻ ബിഡ് രേഖകൾ കഴിഞ്ഞ ദിവസം കെൽട്രോൺ പുറത്തുവിട്ടിരുന്നു. ടെൻഡറിൽ പങ്കെടുക്കാൻ സുപ്രധാന യോഗ്യതകളിൽ ഒന്ന് 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. എന്നാൽ 2020 4 വർഷത്തിൽ താഴെ മാത്രം പ്രവൃത്തി പരിചയമുണ്ടായിരുന്ന അക്ഷര ഇന്ത്യ എന്ന കമ്പനിക്ക് കെൽട്രോൺ ടെൻഡറിൽ പങ്കെടുക്കാൻ യോഗ്യത നൽകി. 10 വർഷം പ്രവർത്തന പരിചയമില്ലാത്ത അക്ഷര എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നടപടികളിൽ എങ്ങനെ ഉൾപ്പെടുത്തി? ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ടെൻഡറിൽ കൃത്യമായ ഒത്തുകളി നടന്നു. കെൽട്രോൺ ടെൻഡർ വിളിച്ചതിൽ ഗുരുതരമായ ക്രമക്കേട് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാവുകയാണ്. കെൽട്രോൺ പൂഴ്ത്തിവെച്ച ടെക്നിക്കൽ ഇവാലുവേഷൻ സമ്മറി റിപ്പോർട്ട്, ഫിനാൻഷ്യൽ ബിഡ് ഇവാലുവേഷൻ സമ്മറി റിപ്പോർട്ട് എന്നിവയും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഈ 2 റിപ്പോർട്ടുകളും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നാണ് ആരോപണം. ക്ലിഫ് ഹൌസിലും സർക്കാരിലും ഉന്നത സ്വാധീനമുള്ള 2 കമ്പനികളാണ് തട്ടിപ്പിന് പിന്നിലെന്നും രമേശ് ചെന്നിത്തല. പസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ രാംജിത്തിന് ക്ലിഫ് ഹൗസുമായി നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ ക്യാമറ രേഖകൾ ഇടിവെട്ടിപ്പോയില്ല എങ്കിൽ ആ ക്യാമറകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ട്രോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ജിതേഷിന് ശിവശങ്കരേക്കാൾ വലിയ ബന്ധമുണ്ട് ഭരണത്തിൽ. അതെന്താണെന്ന് നിങ്ങളോടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ഞാൻ മാത്രം പോരാ. കഷ്ടിച്ച് 100 കോടിക്കകത്ത് ചെയ്യാൻ കഴിയുമായിരുന്ന പദ്ധതിയാണ് 232 കോടിയിൽ എത്തിച്ചതെന്നും ചെന്നിത്തല ആരോപിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ മെയ് 20-ന് UDF സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തും. പക്ഷെ ഇതുപോലൊരു നശിച്ച ഭരണം കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ സർക്കാരിന്റെ ഈ തരത്തിലുള്ള ഈ 2ാം വാർഷികം, അത് ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കുറ്റപത്രം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം മെയ് 20-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കണം. AI ക്യാമറ അഴിമതിയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.
സർക്കാരുമായി ബന്ധമില്ലാത്തതിനാൽ കക്കുകളി നാടകം വിലക്കാനാകില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. എന്നാൽ മതവികാരം വ്രണപ്പെടുത്തുന്ന സൃഷ്ടികൾ അംഗീകരിക്കില്ലെന്നാണ് സർക്കാർ നിലപാട്. പക്ഷേ നാടകം നിരോധിക്കണമെന്ന കടുത്ത നിലപാടിലാണ് ക്രൈസ്തവ സഭകൾ. കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ എടുക്കുന്ന അതേ നിലപാട് എന്തുകൊണ്ട് നാടകത്തിനെതിരെ ഇല്ലെന്നും സഭാ നേതൃത്വം വിമർശിക്കുന്നു. ഇതിനിടെ നാടകത്തിന്റെ ഉള്ളടക്കം തിരുത്തണമെന്ന് സർക്കാർ സംഘാടകരോട് ആവശ്യപ്പെട്ടു. പൊന്മണി മകുടേശലാശവിലാശക നിധിപാലക. കക്കുകളി വിവാദത്തിൽ കരുതലോടെയാണ് സർക്കാർ നീക്കം. വിമർശനമുയർന്ന ഉള്ളടക്കം അംഗീകരിക്കുന്നില്ലെങ്കിലും നാടകം വിലക്കാനാവില്ലെന്നാണ് സർക്കാർ വിശദീകരണം. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: വിലക്കണ്ട ഞങ്ങൾക്ക് തന്നെ വിലക്കാൻ പറ്റുന്നു. ഇതെല്ലാം പൗരസ്വാതന്ത്ര്യമല്ലേ, നിയമം നിൽക്കുകയല്ലേ, വിലക്കല്ലല്ലോ. ഇത് മാന്യതയുടെ പ്രശ്നമല്ലേ. ഇതൊന്നും ആവശ്യമില്ലാത്തതാണെങ്കിൽ ജനങ്ങൾ അങ്ങ് ബഹിഷ്കരിച്ചേക്കണം, പ്രശ്നം തീർന്നു. പക്ഷേ നാടകത്തിന്റെ ഉള്ളടക്കത്തിൽ മാറ്റമുണ്ടാവണമെന്ന നിലപാടിലാണ് സർക്കാർ. മതവികാരം വ്രണപ്പെടുത്തുന്ന ഭാഗങ്ങൾ അംഗീകരിക്കില്ല. മതമേലധ്യക്ഷന്മാരുടെ പരാതി സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും നാടകം പരിശോധിച്ച് തിരുത്താൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഏത് കക്കുകളിയാണെങ്കിലും ഏത് കൊക്കുകളിയാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെയുള്ള നാടകം കൊണ്ട് അവതരിപ്പിച്ച് ആരെ സംരക്ഷിക്കാനാണ്? കേരളത്തിൽ പലയിടത്ത് ഈ നാടകം നടത്തിയായിട്ടുള്ള പരാതി എന്നെ ശ്രദ്ധപ്പെട്ടു. ബന്ധപ്പെട്ടവരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇത് ശരിയായ കാര്യമല്ല. എന്നാൽ നാടകം നിരോധിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈസ്തവ സഭ. കക്കുകളി എന്ന നാടകത്തിന്റെ പ്രദർശനം അത് കേരളത്തിൽ നിരോധിക്കണം എന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. വിവാദ സിനിമയ്ക്കെതിരെ എടുത്ത കടുത്ത നിലപാട് കക്കുകളി വിവാദത്തിൽ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവാത്തതിൽ സഭയ്ക്ക് പ്രതിഷേധമുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരേ നീതി വേണമെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. അതേസമയം വിവാദത്തിൽ കരുതലോടെയാണ് ഇടത് കേന്ദ്രങ്ങളുടെ നീക്കം. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന വാദമുണ്ടെങ്കിലും ക്രൈസ്തവ സഭയെ പിണക്കാനുമില്ല. അത് അവരുടേതായ രീതിയിൽ അവർ അവതരിപ്പിക്കുകയാണ്. അത് ഏതെങ്കിലും രീതിയിൽ മതത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗമായിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച പ്രശ്നം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ മാത്രമേ ഉള്ളൂ. ചർച്ച നടക്കട്ടെ, അഭിപ്രായം പറയാനുള്ള പറയട്ടെ. എന്നാൽ നാടകം നിരോധിക്കണമെന്ന ആവശ്യത്തിൽ കടുത്ത നിലപാടിലാണ് കോൺഗ്രസ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തോ ഒരു നാട്ടിലോ നിലനിൽക്കുന്ന സമുദായ സൗഹാർദ്ദം തകർക്കലല്ല, വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കലല്ല. CPM മുൻകൈയെടുത്ത് പലയിടങ്ങളിലും കക്കുകളി നാടകം അവതരിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് വിമർശനം ശക്തമാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ നാടക വിവാദത്തിൽ സർക്കാരിന്റെ പുതിയ നീക്കം നിർണായകമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടന്ന ക്രൈംബ്രാഞ്ച് സംഘം. തിരുവനന്തപുരത്തെ BJP കൌൺസിലർ VG ഗിരികുമാറിനെയും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത RSS പ്രവർത്തകൻ ശബരിയെയുമാണ് അറസ്റ്റ് ചെയ്തത്. ആക്രമണം ആസൂത്രണം ചെയ്തത് VG ഗിരികുമാറിന്റെ നേതൃത്വത്തിലെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഇരുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത. മെയ് 6 തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടും. തുടർന്നുള്ള 48 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത തുടരും. അടിയന്തര സ്റ്റേ അനുവദിക്കണമെന്ന ആവശ്യം ഗുജറാത്ത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. കുറ്റക്കാരനെന്ന കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ഹൈക്കോടതിയെ സമീപിച്ചത്. ടെലിവിഷൻ വാർത്താ ചരിത്രത്തിൽ പുതിയ ഏട് തുറക്കാൻ ന്യൂസ് 18 കേരളം. കുട്ടികൾ നയിക്കുന്ന ചർച്ച. വിശകലനം ചെയ്യപ്പെടുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾ. ഈ മധ്യവേനൽ അവധിക്കാലത്ത് ഫോർത്ത് എസ്റ്റേറ്റ് കുട്ടികൾക്കായി ഒരുക്കുന്ന പുതിയ ചർച്ചാവേദി പാഠം 4 നാളെ പ്രേക്ഷകരിലേക്കെത്തും. കൂട്ടുകാരെ, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് പറയാനുള്ളത് സമൂഹം കേൾക്കുന്നില്ലേ? നമ്മുടെ പ്രശ്നങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലേ? നമ്മുടെ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ പാഠം 4. മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണ് അഥവാ ഫോർത്ത് എസ്റ്റേറ്റ്. മാധ്യമ ചർച്ചകൾ യുവതലമുറയ്ക്ക് അരോചകമാകുന്നു. 4ാം തൂണ് യുവതലമുറയെ വേണ്ടവിധം പരിഗണിക്കുന്നില്ലേ? ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോൾ ന്യൂസ് 18 ഇടപെടുകയാണ്. യുവതലമുറയ്ക്കായി, കുട്ടികൾക്കായി മാധ്യമപ്രവർത്തനം എന്ന 4ാം തൂണ് വാതിൽ തുറക്കുന്നു. പാഠം 4.
ടെലിവിഷൻ ചർച്ചകളിൽ നമുക്കെന്ത് കാര്യമെന്ന ചോദ്യം ഇനി കുട്ടികൾ ചോദിക്കില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും വിശദമായ ചർച്ചകൾക്ക് വിധേയമാകുന്നു. ചർച്ച നയിക്കുന്നതും നിങ്ങളിലൊരാൾ തന്നെ. നിങ്ങളുടെ ആശങ്കകളും പ്രതീക്ഷകളും നിങ്ങളിലൊരാൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം രക്ഷിതാക്കളും അധ്യാപകരും വിദഗ്ധരും പിന്തുണയുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. പാഠം 4. അവധിക്കാലത്തെ കളിച്ചിരികൾക്കൊപ്പം ഗൗരവമേറിയ ചർച്ചകളുമായി പാഠം 4 നാളെ രാത്രി 8:30 ആദ്യ എപ്പിസോഡ് പ്രേക്ഷകരിലേക്കെത്തും. പുനഃസംപ്രേഷണം അടുത്ത ദിവസം രാവിലെ 8:30. ഈ അവധിക്കാലത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെയും രാത്രിയും 8:30 കുട്ടികൾ ടിവിക്ക് മുന്നിലുണ്ടാകുമല്ലോ. കാണാം പാഠം 4. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 5560 രൂപ, പവന് 44,480 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3815 രൂപ, ഔൺസിന് 1,12,660 രൂപ.